അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്വലാത്തുൽ ഇസ്മുൽ ആളം. ഈ സ്വലാത്ത് നമ്മൾ 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടും എന്നുള്ള കാര്യം ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്. മാത്രമല്ല, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവ് നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസത്തിനേക്കാൾ മഹത്വവും മാത്രമല്ല ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയവുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിൽ നിങ്ങൾ മറക്കാതെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സ്വലാത്ത് വെറും 3 വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ദുആ സ്വീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരും. ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു സ്വലാത്താണ് ഇത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സ്വലാത്ത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ഒരു കാര്യം ഉണർത്തുകയാണ്. ഈ സ്വലാത്ത് എന്നല്ല, നമ്മൾ എന്ത് തന്നെ ചൊല്ലിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. അതായത് ദുസ്വഭാവങ്ങൾ, അനാവശ്യമായ ചിന്തകൾ, അനാവശ്യമായിട്ടുള്ള വിചാരങ്ങൾ, തോന്നലുകൾ, ഇതൊക്കെ നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തൊഴിവാക്കണം. പ്രധാനമായിട്ടും മാനസിക രോഗങ്ങൾ. മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, തലക്ക് വെളിവില്ലായ്മ. ഇതുമാത്രമല്ല, നമുക്കുണ്ടാകുന്ന കിബറ്, അസൂയ, മറ്റുള്ളവരോട് നമുക്കുണ്ടാകുന്ന പക, അതുപോലെ നമുക്ക് അഹങ്കാരം. ഇതൊക്കെ ശൈത്താനാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത്. കാരണം ഇത് നമ്മുടെ മനസ്സിൽ വന്നാൽ തന്നെ നമ്മൾ ഒരിക്കലും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് എടുത്തൊഴിവാക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരില്ല. എന്നും നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. ഉസ്താദെ, എൻ്റെ ദുആ സ്വീകരിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന ദിക്റുകളും സ്വലാത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു, ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, എന്നിട്ടും ഞങ്ങളുടെ കാര്യങ്ങളൊന്നും ശരിയായി കിട്ടുന്നില്ല, വലിയ പ്രയാസത്തിലാണ് ഉസ്താദ്, ദുആ ചെയ്യണം എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ജീവിതത്തിൽ നിന്ന് എടുത്തൊഴിവാക്കി നല്ല ശുദ്ധ മനസ്സോടുകൂടി, ശുദ്ധ ഹൃദയത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, അള്ളാഹുവിനോടുള്ള വലിയ വിശ്വാസത്തോടുകൂടി, ഈമാനോടുകൂടി നിങ്ങൾ പരിശുദ്ധ ഇസ്ലാം പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങളുടെ ദുആ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കാതിരിക്കില്ല. അത് തട്ടിക്കളയില്ല. പ്രത്യേകിച്ച് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലൊക്കെ നമ്മൾ ചെയ്യുന്ന ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്കും ഇജാബത്ത് ഉറപ്പാണെന്ന് നമുക്കറിയാം. ഇനി നിങ്ങളോട് മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, മറ്റുള്ളവർ കാണാൻ വേണ്ടി, മറ്റുള്ളവർ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മൾ ചെയ്യുന്ന അമലുകൾ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ശിർക്കാണ്. നമ്മൾ ഒരുപാട് നിസ്കരിച്ചു, ഒരുപാട് പരിശുദ്ധ ഖുർആൻ ഓതി, ഒരുപാട് സ്വതക്കകൾ ചെയ്തു, ഒരുപാട് പണം നമ്മൾ സകാത്ത് കൊടുത്തു. എന്നാൽ ഇതൊക്കെയും ആളുകളുടെ ഇടയിൽ ആളാകാൻ വേണ്ടിയിട്ടും, മാത്രമല്ല ആളുകളുടെ ഇടയിൽ ഒരു സ്ഥാനം ലഭിക്കാൻ വേണ്ടി, ചർച്ചാ വിഷയമാകാൻ വേണ്ടിയൊക്കെ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് നിസ്കരിച്ചിട്ടും പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും ദിക്റുകൾ ചൊല്ലിയിട്ടും അതുപോലെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ പണം ചിലവഴിച്ച് നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടും വെറുതെ നമുക്ക് ആ സമയം പോവുക, അതുപോലെ നമ്മുടെ ആ ലക്ഷക്കണക്കിന് രൂപ നഷ്ടമാവുക എന്നല്ലാതെ അതുകൊണ്ട് നമുക്ക് പരലോകത്തിൽ നിന്ന് യാതൊരു പ്രതിഫലം ലഭിക്കുന്നില്ല. എന്നാൽ അതിന് ലഭിക്കുന്നത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അരികിൽ നിന്നും വലിയ ശിക്ഷയാണ്. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. ഈ ഒരു ചിന്താഗതിയിൽ നമ്മൾ ഇത്തരത്തിൽ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് കൊടുത്താലും സൽക്കർമ്മങ്ങൾ ചെയ്താലും സദഖ കൊടുത്താലും നമുക്ക് ലഭിക്കുന്ന ഗുണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുശീല ചിന്തകൾ, കിബിറ്, അഹങ്കാരം, ഞാൻ എല്ലാത്തിനും മതിയായവനാണ്, എല്ലാം തികഞ്ഞവനാണ് എന്നുള്ള ചിന്ത, ഇതൊക്കെ ഒഴിവാക്കുക. ഈ ഒരു ചിന്ത ഉണ്ടായാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ചെറുതാക്കി കളയും. അതോടുകൂടി കഴിഞ്ഞു നമ്മുടെ ജീവിതം. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അരികിൽ നമ്മൾ
ഏറ്റവും ചെറിയ കടുകുമണിയെപ്പോലെയായിരിക്കും, ഏറ്റവും നിസ്സാരമായ ഒരാളായി മാറും. അതോടുകൂടി നമ്മൾ എല്ലാത്തിനും മതിയായവനാണ്, തികഞ്ഞവനാണ് എന്ന് കരുതി നമ്മുടെ ഈ ദുനിയാവിൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല. അത് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എത്തിക്കും. നമ്മൾ സാമ്പത്തികമായിട്ട് വലിയ തകർച്ചയിലേക്കെത്തും. ദരിദ്രനായിട്ടായിരിക്കും മരിക്കുക. നമ്മൾ തുടങ്ങുന്നതും തൊടുന്നതും നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ബറക്കത്ത് കുറയും. ബറക്കത്തുണ്ടാകില്ല, വലിയ പരാജയമായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എല്ലാത്തിനും മതിയായവനാണ്, എല്ലാം തികഞ്ഞവനാണ്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള മനുഷ്യനാണ് ഞാൻ, നല്ല സൗന്ദര്യമുള്ള മനുഷ്യനാണ് ഞാൻ, എനിക്കൊരുപാട് സമ്പത്തുണ്ട്, എനിക്കൊരുപാട് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് നല്ല ശക്തിയുണ്ട്, എല്ലാത്തിനും തികഞ്ഞവനാണ് എന്നുള്ള ഈ ചിന്തയുണ്ടല്ലോ, ഈ അഹങ്കാരമുണ്ടല്ലോ, ഇതൊരിക്കലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ ഒരു ചിന്ത ഒരു മുഅ്മിനീങ്ങൾക്കും ഉണ്ടാകില്ല. മുഅ്മിനാകാത്ത മനുഷ്യർ എങ്ങനെയാണ് സ്വർഗത്തിൽ പോവുക? അപ്പോൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ, അതോടൊപ്പം ദുനിയാവിൽ നമുക്ക് വലിയ വിജയമുണ്ടാകാൻ, അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തരത്തിലുള്ള ചിന്തകൾ, പ്രവർത്തനങ്ങൾ, കിബ്ർ, അസൂയ, അതുപോലെ അഹങ്കാരം, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നിന്നും നിർബന്ധമായിട്ടും എടുത്തു ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഇരുലോകത്തും ആഫിയത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ടും കടങ്ങളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മിലേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ എല്ലാ ആദാബുകളും മര്യാദകളും കഴിയുന്ന പരമാവധി നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്തു പോയ ഇബാദത്തുകളിലും മറ്റ് എല്ലാ കുറവുകളും അല്ലാഹു സുബ്ഹാനഹു തആല അത് നമുക്ക് പരിഹരിച്ച് അത് നമ്മിൽ നിന്നും സ്വീകരിക്കപ്പെടും. മാത്രമല്ല, നമ്മൾ ചെയ്തു പോയ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരും. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, ഇന്നത്തെ രാവ്, നാളത്തെ ദിവസം, ഈ സമയങ്ങളിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു വിശ്വാസി എന്താണ് ചെയ്യുന്നത് അത് നോക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകൾക്കും സൽക്കർമ്മങ്ങൾക്കൊക്കെ കൂലി നൽകുന്നത്. അതുകൊണ്ട് കഴിയുന്ന പരമാവധി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, എങ്ങനെയാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന്. അന്ന് നമ്മൾ ധാരാളം അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ഇബാദത്തുകൾ എടുക്കുക. പ്രധാനമായിട്ടും നമ്മൾ വെള്ളിയാഴ്ച ദിവസത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ധാരാളം ചൊല്ലുക. സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കണം. നമ്മളൊക്കെ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവരാണ്. സ്വലാത്തിനെ അധികരിപ്പിക്കുന്ന ആളുകൾ, സ്വലാത്ത് ധാരാളം ചൊല്ലുന്ന ആളുകൾ ഒരിക്കലും അമുസ്ലിമായി ജീവിക്കില്ല. അവൻ മുസ്ലിമായിട്ട് മാത്രമേ ജീവിക്കുകയുള്ളൂ. മാത്രമല്ല, മരിക്കുന്ന സമയത്തും അവന് ഈമാൻ കിട്ടി മരിക്കും. അതുകൊണ്ട് മുസ്ലിമായിട്ട് ഒരു മനുഷ്യൻ ജീവിക്കണമെങ്കിൽ, അതുപോലെ മരിക്കണമെങ്കിൽ സ്വലാത്ത് മസ്റ്റാണ്. സ്വലാത്ത് നിർബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ. മുഅ്മിനീങ്ങളായ മനുഷ്യർ ഒരിക്കലും സ്വലാത്ത് ചൊല്ലാതെ പോകില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പോലും സ്വലാത്തുണ്ട്. സ്വലാത്തില്ലാത്ത നിസ്കാരം അത് നിസ്കാരമല്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വലാത്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൽ ഫാത്തിഹ നിർബന്ധമാണ്.
അത്തഹിയാത്ത് ഓതണം, സലാം വീട്ടണം, ഇതൊക്കെ വേണം. അതുപോലെ തന്നെയാണ് സ്വലാത്തും വേണം. സ്വലാത്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ സ്വലാത്തിന് അത്രത്തോളം പരിശുദ്ധ ഇസ്ലാം മൂല്യം കൽപ്പിച്ചിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലുന്നവരെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ നമ്മൾ ദിവസവും സ്വലാത്ത് ചൊല്ലിയാൽ മതി. മാത്രമല്ല നമുക്കറിയാം, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ജീവിതത്തിൽ വിജയമുണ്ടാകാൻ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷ ലഭിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, നമുക്ക് സമാധാനമുണ്ടാകാൻ, നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ ലഭിക്കാൻ, എല്ലാ ആപത്ത് മുസീബത്തിൽ നിന്നും രക്ഷ ലഭിക്കാൻ, അപകടങ്ങളിൽ നിന്നും ആക്സിഡൻറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കറിയാം സ്വലാത്ത് ചൊല്ലിയാൽ മതിയെന്ന്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലേണ്ട, സ്വലാത്ത് ചൊല്ലിയാൽ ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു രാവാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സ്വലാത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഈ സ്വലാത്തുൽ ഇസ്മുൽ ആളമാണ്. അതായത് ഈ സ്വലാത്തിന് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ സ്വലാത്ത് നിങ്ങൾ കഴിയുന്നതും ധാരാളം ചൊല്ലുക. ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വിജയമുണ്ടാകാൻ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അള്ളാഹുവിനോട് ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ സ്വലാത്ത് 3 വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കും. അത്രയ്ക്കും വലിയ മഹത്വമുള്ള ഒരു സ്വലാത്താണ് ഇത്. ഏതാണ് ആ സ്വലാത്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം. സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിലേക്ക് എഴുതി വെക്കുകയോ ചെയ്യുക. യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വ അഹ്യി ഖൽബി വ അമിത് നഫ്സി ഹത്താ അഹ്യാ ബിക ഹയാതൻ ത്വയ്യിബ ഫിദ്ദുനിയാ വൽ ആഖിറതി ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു വട്ടം കൂടി ചൊല്ലിത്തരാം. യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വ അഹ്യി ഖൽബി വ അമിത് നഫ്സി ഹത്താ അഹ്യാ ബിക ഹയാതൻ ത്വയ്യിബ ഫിദ്ദുനിയാ വൽ ആഖിറതി ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ സ്വലാത്താണ് നിങ്ങൾ വെറും 3 വട്ടം ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ ഇന്ന് രാത്രി നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യേണ്ടത്. ആ ദുആക്ക് ഇജാബത്ത് ഇരട്ടിയാണ്. മനോഹരമായ ഒരു സ്വലാത്താണ് ഇത്. വലിയ ഫളിലാണ്. ഒരു വട്ടം ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്താൽ പോലും ഇൻഷാ അല്ലാഹ് ആ ദുആക്ക് ഇജാബത്തുണ്ട്. അത്രക്കും വലിയ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ഒരു സ്വലാത്താണ് ഇത്. ഈ സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ സ്വലാത്തിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളിൽപ്പെട്ട ഇസ്മുൽ അഅ്ളമായ യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്റാം ഈ 2 ഇസ്മുകൾ ചേർന്നിട്ടുള്ള ഒരു സ്വലാത്താണ്. മാത്രമല്ല നമുക്കറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ മഹത്വമേറിയ ആയത്താണ് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം അത് ഇവിടെയും വരുന്നുണ്ട്, ഈ സ്വലാത്തിലും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി വരുന്ന ഒരു വലിയ മഹത്വമേറിയ ഒരു സ്വലാത്താണ് ഇത്. അതുകൊണ്ടാണ് ഈ സ്വലാത്തിന് സ്വലാത്തുൽ ഇസ്മുൽ അഅ്ളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ സ്വലാത്ത് നിങ്ങൾ ഒരു വട്ടം ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ പോലും നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ട്. എന്നാൽ കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു 3 വട്ടമെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മാത്രമല്ല ധാരാളം ഈ സ്വലാത്തിനെ അധികരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്? യാ ഹയ്യു യാ ഖയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹ്, യാ ദൽ ജലാലി വൽ ഇക്റാം
ജലാൽ കറമിന് സ്ഥാനമുള്ളവനെ, അതായത് വലിയ സ്ഥാനമുള്ളവനെ, വലിയ ആദരവും ബഹുമാനവും ഉള്ളവനെ എന്നാണ് അർത്ഥം വരുന്നത്. സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അള്ളാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ സ്വലാത്ത് കൊടുക്കണമേ, സ്വലാത്ത് നൽകണേ. വ അഹി കൽബി വ അമിത് നഫ്സി ഹത്താ അഹ്യാ ബിക ഹയാത്തൻ ത്വയ്യിബ ഫിദ്ദുനിയ വൽ ആഖിറതി ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാത്തിനും കഴിവുള്ളവനായ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും ഹയാത്തുള്ള ജീവിതം, എല്ലാത്തിലും ഹയാത്തുള്ള റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ജീവിതം എല്ലാവർക്കും കിട്ടും, എന്നാൽ ഹയാത്തുള്ള ജീവിതം അല്ലാഹു സുബ്ഹാനഹു തആല സെലക്ട് ചെയ്ത ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഹയാത്തൻ ത്വയ്യിബ. എൻ്റെ ഹൃദയത്തിന് നീ ജീവൻ നൽകണം അല്ലാ. നമ്മുടെ ഹൃദയം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുആക്കൊന്നും ഇജാബത്ത് കിട്ടില്ല. അതുപോലെ എൻ്റെ മോശപ്പെട്ട സ്വഭാവങ്ങൾക്ക് നീ മരണം നൽകണേ അല്ലാ. അതായത് ദുർചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ, മാനസിക രോഗങ്ങൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ തലക്ക് വെളിവില്ലായ്മ മാത്രമല്ല, നമുക്കുണ്ടാകുന്ന കിബിർ, അസൂയ, അഹങ്കാരം, ഞാൻ എല്ലാത്തിനും മതിയായവനാണ് എന്നുള്ളൊരു തോന്നൽ, ഇത്തരത്തിലുള്ള ചിന്താഗതി നമ്മിൽ നിന്നും എടുത്തൊഴിവാക്കണം. അതൊക്കെയാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം വരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വലിയ മഹത്വമേറിയൊരു സ്വലാത്താണ്. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ഇന്ന് തന്നെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ അല്ലാത്ത ദിവസമൊക്കെ ചൊല്ലാം. കഴിയുന്നതും നിങ്ങളൊരു 3 പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റിത്തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ, ഇഹലോകത്തും വിജയം നൽകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹക്കി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.